പറന്നാണ് വരുന്നത്. ഒരു കറക്ക് കറക്കിയാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പൊന്മുടി ഡാമാണ് കേട്ടോ. ഇടുക്കി ജില്ലയിൽ പൊന്മുടി ഡാമാണ്. അപ്പോൾ ഡാമിൻ്റെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഡാമിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട്. എൻട്രൻസിൽ തന്നെ ഒരു ബോട്ടിംഗ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ മൂന്നാർ വരുന്ന കുറേ ആൾക്കാർ ഇവിടെ വലിയധികം അങ്ങനെ വലിയ വണ്ടികൾ എല്ലാ ഏരിയയിലൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ ജസ്റ്റ് രാജാക്കാടാണ് സ്റ്റേ കേട്ടോ. അപ്പോൾ രാജാക്കാട് സ്റ്റേ ആയതുകൊണ്ട് നമ്മൾ ഈ പൊന്മുടി ഡാം കാണിക്കാൻ വേണ്ടി ഇങ്ങ് വന്നേ ഉള്ളൂ. അപ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് വരുന്ന ആൾക്കാരെ എല്ലാം ഈ സ്ഥലങ്ങൾ ഉള്ള ഏരിയ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ജീപ്പിനാണ് കൊണ്ടിരുന്നത് കേട്ടോ. അതാണ് ഈ ഒരുപാട് ജീപ്പുകളൊക്കെ ഇവിടെ കിടക്കുന്നത്. നമ്മളിവിടെ വന്നപ്പം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഡാമിൻ്റെ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡാമിൻ്റെ വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇത് കരിക്ക് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടുമുണ്ട്, നല്ല ദാഹമുണ്ട് കേട്ടോ നമുക്ക്. അപ്പം ഇതാണ് പൊന്മുടി ഡാമിൻ്റെ മൊത്തത്തിൽ മുകളിൽ നിന്ന് കാണുന്നൊരു വ്യൂ ഇതുണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. ഈ ഡാമിൻ്റെ മേളിൽ കൂടെ നമുക്ക് വണ്ടിയായിട്ട് അപ്പുറത്തേക്ക് കിടക്കാനൊക്കെ പറ്റും. വലിയ വണ്ടിയൊക്കെ ഡാമിൽ കൂടെ കടന്നു പോകും കേട്ടോ. ഞാനും വണ്ടി അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് തിരിച്ചിട്ടും വന്നത്. കാരണം ഈ വരുന്ന സ്ഥലത്ത് നമുക്ക് വണ്ടി തിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വലിയ മലകളാണ്, രണ്ട് മലകൾ. ഞാനിപ്പോൾ നിൽക്കുന്നതും മലയാണ്, നേരെ ഓപ്പോസിറ്റ് ഉള്ളതും മലയാണ്. ആ മല രണ്ടും ബന്ധിപ്പിച്ചാണ് ഇവിടെ ഒരു വലിയ ഡാം പണിതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡാമിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ച് വെച്ച് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ഒഴുക്കി താഴെ ഒരു പവർ ഹൗസ് ഉണ്ട്. ആ പവർ ഹൗസിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല അടിപൊളി ഏരിയ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. നമ്മൾ ഈ വണ്ടിയായിട്ടാണ് വന്നത്. ഗസ്റ്റൊക്കെ അപ്പോൾ ബോട്ടിങ്ങിന് പോയിരിക്കുക. അപ്പോൾ നമ്മൾ ഈ സ്ഥലം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുതിര സഫാരി ഉണ്ട്, ക്യാമൽ സഫാരി ഉണ്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒട്ടകം, ക്യാമലിൻ്റെ പാപ്പാനാണ് എടുത്തിരിക്കുന്നത്. പാപ്പാൻ പട്ടിക്കുട്ടനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. ക്യാമൽ ഇതിൽ സഫാരിയൊക്കെ നടത്താം. ഈ ക്യാമൽ റൈഡ് എത്ര രൂപയാണ്? ക്യാമൽ റൈഡ് ഒരാൾക്ക് 200 രൂപ എന്നാണ് പറയുന്നത് കേട്ടോ. പിള്ളേർക്ക് 100 രൂപ, പിള്ളേർക്ക് 100 രൂപയാണ്. ഇപ്പോൾ പൊന്മുടി വരുമ്പോൾ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കുറേ നല്ല നല്ല ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. മലയാളീസൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇത് നമ്മുടെ KSRTC ഉല്ലാസയാത്ര വാഹനത്തിലാണ് ഈ മലയാളികൾ കൂടുതൽ ഇവിടെ എത്തുന്നത് കേട്ടോ. ഉല്ലാസയാത്ര വാഹനം അതായത് നമ്മുടെ KSRTCയുടെ വലിയ വണ്ടിയാണ്. 2 എണ്ണം കിടക്കുന്നുണ്ട് കേട്ടോ. വേണ്ട 2 എണ്ണം ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഡാമിൻ്റെ. അത്യാവശ്യം നല്ല വ്യൂ കേട്ടോ. ഇതിന് കുറേ ഷട്ടറൊക്കെ ഉണ്ട് കേട്ടോ. 2-3 ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഈ സൈഡിൽ നിന്നൊരു വ്യൂ നോക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. പുറവശത്തായിട്ട് ഫുള്ളും വെള്ളം, അതേപോലെ തന്നെ ഇതിൻ്റെ 4 സൈഡും മലകളാണ് കേട്ടോ. 4 സൈഡും മലകളെന്ന് വെച്ചാൽ നല്ല മതിയായ മലകളാണ്, പാറക്കെട്ടുകളും ഉണ്ട്. അപ്പം മഴയുള്ള ടൈമിലൊക്കെ ഇവിടെ വരിക ഭയങ്കര ദുഷ്കരമായിരിക്കും. അപ്പം മഴ ടൈമിലൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർ വളരെ ശ്രദ്ധാപൂർവം വേണം കേട്ടോ ഇതിൽ യാത്ര ചെയ്യാനും നടക്കാനും വാഹനം ഓടിക്കാനും എല്ലാത്തിനും. ഇതാണ് കേട്ടോ. അപ്പോൾ പൊന്മുടി ഡാമിൻ്റെ ബോട്ടിങ്ങിലേക്ക് ഇറങ്ങുന്ന വഴിയാണിത്. കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗസ്റ്റും താഴെ ബോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതുണ്ട് ഈ താഴത്തെ ഈ വഴി അങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അകലെ കാണാം സ്പീഡ് ബോട്ട് പോകുന്നതാണെന്നുണ്ട്. അകലത്ത് കാണാൻ പറ്റുന്നുണ്ട്, സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോട്ടിങ് ഏരിയ കേട്ടോ. പൊന്മുടി ഡാമിൻ്റെ ബോട്ടിങ് ഏരിയയാണ്. താഴത്തേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല, കാരണം അവിടെ അത്യാവശ്യം ക്യൂ ഉണ്ട്, നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ അകലയിൽ നിന്ന് സ്പീഡ് ബോട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ കാണാൻ പറ്റും. സ്പീഡ് ബോട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ ജസ്റ്റ് ബോട്ട് ഓടിക്കുന്ന ആൾ കറക്കിയാണ് ബോട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അവിടെ താഴത്ത് ഇറങ്ങി വന്നിരിക്കും. ഇവിടെ ഫുള്ള് CCTV പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. സേഫായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് പൈപ്പൊക്കെ വെച്ച് ഒരു വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഈ കുട്ടികൾ ഈ കമ്പികളുടെ ഇടയ്ക്കൂടെയൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബോട്ട് ലാൻഡിങ്. ഇവിടെ കിടക്കുന്നതാണ് സ്പീഡ് ബോട്ട്. അപ്പോൾ സ്പീഡ് ബോട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ഗസ്റ്റിനായിട്ട് പോയിട്ട് വരുന്നത് നമുക്കപ്പോൾ കാണാൻ പറ്റും. ഇതാണ് ഇത്രേ ഉള്ളൂ ഡാം. പക്ഷേ നമുക്ക് കാണാനത്ര ദൂരം ഇത്രേ ഉള്ളൂ ഡാം. അപ്പോൾ ഇതിൻ്റെ അങ്ങോട്ട് ആ ഒരു സൈഡിലേക്ക് ഒരുപാട് പുറകിലേക്ക് വിശാലമായിട്ട് ഡാം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചേട്ടൻ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുക. വലിയ മീൻ ഇതിനകത്ത് വല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അകലെ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ട്
കിടക്കുന്നതെല്ലാം ഇവിടെ മീനിനെ പിടിക്കാൻ വേണ്ടി വല ഇട്ടിരിക്കുന്നത്. അങ്ങറ്റം വരെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഡാമിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാൻ വേണ്ടി വന്നിരിക്കുന്ന താഴത്ത് കേട്ടാ. ആ ഡാമിൻ്റെ വ്യൂ ഉണ്ട്. ബാക്കിലേക്ക് നല്ല ഫുള്ളും വെള്ളമാണ്. അതേപോലെ തന്നെ ഡാമിൻ്റെ മതിൽക്കെട്ടുണ്ട്. അവിടെ 2-3 ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകൾ. ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസം കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ട്. അടിപൊളി സെറ്റപ്പാണ്. കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് നമ്മുടെ പുറകിൽ മുഴുവനും മരങ്ങളാണ് നിൽക്കുന്നത്. മരങ്ങളുള്ളത് കൊണ്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ ഡാമിൻ്റെ ഈ വെള്ളത്തിനും നല്ല തണുപ്പായിരിക്കും കേട്ടോ. നല്ല കട്ടി തണുപ്പായിരിക്കും. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ സ്പീഡ് ബോട്ടിൽ ഇവിടെ കയറണമെങ്കിൽ 1150 രൂപയാണ് കേട്ടോ. 5 പേർക്ക് അതിൽ യാത്ര ചെയ്യാം. നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇപ്പോൾ ആ ബോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ടാണ് അവനിവിടെ കൊണ്ടുവന്ന് ഒരു കറക്കങ്ങ് കറക്കും. ചുറ്റി കറക്കിയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ആശാൻ ഒരു കറക്കുണ്ട്. ഇപ്പോൾ പോയിരിക്കുന്ന ബോട്ടിൽ 2 പേരേ ഉള്ളൂ കേട്ടോ. പറന്നാണ് വരുന്നത്. എന്താ ഒരു കറക്കിയാണ് ആശാൻ ഇവിടെ നിർത്തുന്നത്. അത് കാണുമ്പോൾ തന്നെ ബാക്കി ഇവിടെ നിൽക്കുന്ന നമുക്കാണെങ്കിലും ഇതിലൊന്ന് കയറണമെന്നൊരു ആഗ്രഹം തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ആശാൻ ഇവിടെ കൊണ്ടുവന്നൊരു മുട്ടൻ കറക്കങ്ങ് കറക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ബോട്ടിങ് യാത്ര നടത്തുന്നവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട് കേട്ടോ. റെഡി ഫോട്ടോസൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ വരുന്ന ജീപ്പൊക്കെ കണ്ടോ, എല്ലാം കളർഫുൾ ജീപ്പാണ് കേട്ടോ. കാരണം ഗസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല കിടുക്കാച്ചി പെയിൻ്റൊക്കെ അടിച്ചുള്ള ജീപ്പാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോട്ടിങ്ങിൻ്റെ കൗണ്ടർ. മുമ്പ് നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഇവിടെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ വരിക, ടിക്കറ്റ് എടുക്കുക. താഴെ ഇവിടെ സ്കാനറും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുക, നേരെ താഴത്തേക്ക് ഇറങ്ങുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തോ കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള എന്താ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ മരം കണ്ടോ, മതിയായ മരമാണ്. ഇത് ചേച്ചിമാരൊക്കെ ഇവിടെ വന്നിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേളിൽ കയറി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ടീച്ചറും പിള്ളേരൊക്കെയാണെന്ന് തോന്നുന്നു. എല്ലാവരും വന്ന് നിന്ന് ഭയങ്കര ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇത് വാട്ടർ ബോളാണ്. ഇതിനകത്തൊക്കെ പിള്ളേർക്കൊക്കെ കയറി കളിക്കാനായിട്ടും സൗകര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. ഊഞ്ഞാലുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിലോടുന്ന ബോട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് തന്നെ ചവിട്ടി ഈ വെള്ളത്തിൽ കൂടെ കറങ്ങി നടക്കാം. ഉണ്ട്, പെഡൽ ബോട്ടാണ്. പിള്ളേർക്ക് നിസ്സാരമായിട്ട് തുഴഞ്ഞ് നടക്കാം ഇതിനകത്തൂടെ കേട്ടോ. സേഫ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഏരിയ. കാലാവസ്ഥയും എല്ലാം കൊണ്ട് അനുയോജ്യമായ ഒരു സ്ഥലം. പിന്നെ ഇവിടെ ചെറു വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. മരത്തിൻ്റെ ഇതുണ്ട്. മേളിലോട്ട് വന്നപ്പോൾ മരത്തിൻ്റെ ആ വലിപ്പമുണ്ട്. ഒരു ഒറ്റച്ചോട് മരമാണ് ഇത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിക്കിളിർത്ത് വന്നിരിക്കുന്നുണ്ട്. ജമ്പ് ചെയ്യാനായിട്ടുള്ള സാധനം. പിള്ളേർക്ക് തന്നെയല്ല, അത്യാവശ്യം അഡൽറ്റിനും ഇതിനകത്ത് കയറി കളിക്കാമെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ഇതിനകത്തോട്ടൊന്നും കയറുന്നില്ല. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു ഇത്തിരി ഹൈറ്റിലേക്ക് കയറും കേട്ടോ, ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഹൈറ്റിൽ നമ്മൾ കയറും കേട്ടോ. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇതൊരു ചെക്കൻകുട്ടൻ, ഒരു പൂച്ചക്കുട്ടിയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ പൂച്ചക്കുട്ടി ക്യാറ്റ് हिंदी इंग्लिश मलयालम तमिल हिंदी। अच्छा, इसको किधर से मिला? वहाँ से मिला? अच्छा, അവനപ്പോൾ ഒരു ഹിന്ദി സംസാരിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ സംസാരിക്കുന്ന മലയാളം സംസാരിക്കില്ല. ഇതുണ്ട്, ഇവിടെ നിന്നൊക്കെ കാണുന്ന വ്യൂ നോക്കി, ഡാമിൻ്റെ എന്നാ കിണ്ണപ്പം വ്യൂ ആണ് നോക്കി. പിന്നെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഈ വളവ് തിരിഞ്ഞാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പം വലിയ വണ്ടിയൊക്കെ കുറേ എണ്ണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാമാവാൻ ചാൻസ് ഉണ്ട്. വേറെ കുഴപ്പമില്ല. KSRTC ഒക്കെ അത്യാവശ്യം വരുന്നു. നമ്മൾ വരുമ്പോൾ തന്നെ കുറേ KSRTC കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ അല്ലേ, അടിപൊളി വ്യൂ. ഈ സൈഡിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടുന്ന് കാണാൻ നല്ല രസം. മൊത്തത്തിൽ പച്ചപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരു മരം പോലും, ഇത്രയും വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് ഒരു മരം പോലും ഉണങ്ങി നിൽക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ മഴ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പുള്ള ഏരിയയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഡാമിൽ നിന്നുള്ള വെള്ളങ്ങളൊക്കെ ഇങ്ങനെ മണ്ണ് വലിച്ചെടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ
നല്ലൊരു ഇതുണ്ട്. ഹൈ റേഞ്ചിൽ ഒരിടത്തും തന്നെ ഇങ്ങനെ മരമൊക്കെ ഉണങ്ങി നിൽക്കുന്നോ അല്ലെ വെയിലേറ്റ് ഇതാകുന്നോ ഒന്നും നമ്മൾ കാണാറില്ല. എന്തായാലും ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് വന്ന ദിവസം സാറ്റർഡേ സൺഡേ അത്യാവശ്യം ഇവിടെ നല്ല തിരക്കുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഗാർഡൻ ആണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ജോലിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ചെടികളുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ വന്ന്, ഒന്നും പറയാനില്ല. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും വന്ന ഈ കാഴ്ചകൾ കാണാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ വലിയൊരു നഷ്ടമായാണ്. നല്ല അടിപൊളി സെറ്റപ്പ്. ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. ഇതുണ്ട ബോട്ടിൽ ബൂത്ത് എന്നും പറഞ്ഞൊരു ഇത് പഞ്ചായത്തിൻ്റെ ഇതിലിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം വരുന്ന ആൾക്കാർ വേസ്റ്റ് കവറ് ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ മാത്രം നിക്ഷേപിക്കാൻ ശ്രമിക്കുക, വലിച്ചെറിയാണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ പൊന്മുടി ഡാം കാണാത്ത ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടട്ടെ നമ്മുടെ വീഡിയോ. അപ്പം ഈ പ്രദേശമൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കാണുക കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല തണുത്ത കാറ്റ്, നല്ല ക്ലൈമറ്റ്, പിന്നെ പൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം ഒരു തുള്ളി പോലും ഇല്ല കേട്ടോ. നല്ല ശുദ്ധവായുവാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വരാത്തവരെല്ലാവരും ഒന്ന് കാണുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും കൂടെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.